ഒരു ലോഡ് പ്രേതങ്ങളും ഡോൺലിയും ആണ് ഈ ഒരു സിനിമ ഓഫർ ചെയ്യുന്ന സംഭവങ്ങൾ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊരു സാത്താൻ വർഷിപ്പിംഗ് സെൻറ്ററും ഈ ഒരു ഡിമോൺ ഹണ്ടേഴ്സും തമ്മിലുള്ള സംഭവമാണ്. ഇതിൽ നായകൻ്റെ പാസ്റ്റും കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് കാണിക്കുന്നുണ്ട്. കൂടുതൽ അതിൽ എംഫസൈസ് ചെയ്യുന്നില്ല എന്നുള്ളത് ഈ ഒരു സിനിമയുടെ നെഗറ്റീവാണ്. സോ ഈ പ്രേതങ്ങളെയൊക്കെ ഇടിച്ചു തോപ്പിക്കുന്ന നായകനും എക്സോസിസം പെർഫോം ചെയ്യുന്ന ഷാരോൺ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ടീമിലെ തന്നെ ഒരു ക്യാരക്ടറും പാരാനോർമൽ ആക്ടിവിറ്റീസ് റെക്കോർഡ് ചെയ്യുന്ന ഈ കൂടെയുള്ള ഒരു സ്ക്വിഡ് ഗെയിമിലൊക്കെ അഭിനയിച്ച ആ ഒരു കഥാപാത്രമാണ് ഈ ഒരു സിനിമയിലെ ഡീമൺ ഹണ്ടേഴ്സ് ആയിട്ട് വരുന്നത്. സോ ഈ ഒരു സിനിമയുടെ പേര് തന്നെ ഹോളി നൈറ്റ് ഡീമൺ ഹണ്ടേഴ്സ് എന്നാണ്. സോ ഒരു സിനിമയുടെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഡോൺലിയുടെ സ്ക്രീൻ പ്രസൻസ് തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഒരു ഫൈറ്റ് അല്ലെങ്കിൽ ആ ഒരു പഞ്ച് വേണ്ടിയായിരിക്കും ഇദ്ദേഹത്തിൻ്റെ സിനിമ നമ്മൾ കാണുമ്പോൾ തന്നെ നമ്മൾ നോക്കിയിരിക്കുന്നത്. അതൊക്കെ തരുന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു സിനിമ റിലീസ് ചെയ്തിരിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ സ്ക്രീൻ പ്രസൻസിൽ തന്നെയാണ്. കാരണം അങ്ങനെയുള്ള എക്സോസിസം, പാരാനോർമൽ ആക്ടിവിറ്റീസ്, സാത്താൻ വർഷിപ്പിംഗ് സെൻറ്റേഴ്സ് അതൊക്കെ തന്നെയാണ് ഫോക്കസ് ചെയ്താണ് ഈ ഒരു സിനിമ എടുത്തിരിക്കുന്നത്. ചിലയിടങ്ങളിലൊന്നും സിനിമ ഒട്ടും എഫക്റ്റീവ് അല്ല എന്ന് മാത്രമല്ല, സിനിമയ്ക്ക് ഒരു ലോജിക്കും ഇല്ലാതെയുള്ള സംഭവങ്ങളൊക്കെ സിനിമയിൽ വരുന്നുണ്ട്. കാരണം ഈ ഒരു പ്രേതങ്ങളെയാണ് ഇടിച്ചിടുന്നത്. സോ അങ്ങനെ ഈ ഒരു ഡീമൺ ഹണ്ടേഴ്സ് ആണെന്നൊക്കെ പറഞ്ഞാലും സിനിമയിൽ വരുന്ന കുറേ സംഭവങ്ങൾ സിനിമയിൽ ഒട്ടും ലോജിക്കലായിട്ട് ഫീൽ ചെയ്യുന്നില്ല. കാരണം ഇത്രയും എക്സോസിസ് ഒക്കെ ഭയങ്കര ഗംഭീരമായിട്ട് പെർഫോം ചെയ്യുന്ന ഒരു ക്യാരക്ടർ കൂടെ ഉണ്ടായിട്ടും സോ ഇങ്ങനെയുള്ള ഒരു സംഭവം നടക്കുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു സിനിമയുടെ ലോജിക്ക് ഒട്ടും വർക്കാവില്ല എന്ന് മാത്രമല്ല, സിനിമ പലയിടങ്ങളിലും ക്യാരക്ടേഴ്സ് ബിൽഡിങ്ങും ഇമോഷണൽ കണക്ഷനിലും ഒന്നും വർക്കൗട്ട് ആയിട്ടില്ല എന്നുള്ളത് ഈ ഒരു സിനിമയുടെ നെഗറ്റീവാണ്. താല്പര്യമുള്ളത് കണ്ടു നോക്കാം. ഇതിപ്പോൾ ആമസോൺ പ്രൈം വീഡിയോയിൽ